കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം സമയം വളരെ വേഗത്തിലാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? 2020 5 വർഷം മുൻപായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഓണവും ഈ വർഷത്തെ ന്യൂ ഇയറുമൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. നമ്മളിപ്പോൾ 2000 എന്ന വർഷത്തേക്കാൾ 2050 കൂടുതൽ അടുത്തിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ വർഷങ്ങൾ കടന്നു പോവുകയും നമ്മുടെ ജീവിതം പെട്ടെന്ന് തീരുകയും ചെയ്യും. ഞാൻ ആദ്യം കോവിഡിനെ പറ്റി കേൾക്കുമ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് പലരും ഇങ്ങനൊരു വൈറസിനെ പറ്റി പറയുന്ന കേൾക്കായിരുന്നു. പക്ഷെ ആരും അതത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നീട് ഒരു ദിവസം പത്രത്തിന്റെ സ്പോർട്സ് പേജിൽ ഒരു വാർത്ത കാണാനിടയായി. ഏതൊക്കെ ടീമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു ക്രിക്കറ്റ് മാച്ചിനിടയിൽ സ്വന്തമായി ബോൾ ബൗണ്ടറി ലൈൻ അപ്പുറം അടിച്ചു കളഞ്ഞിട്ട് അത് പറക്കാൻ പോകുന്ന കുറച്ച് പ്ലെയേഴ്സിന്റെ വാർത്തയായിരുന്നു അത് കണ്ട് അന്ന് ചിരിച്ചത് ഇപ്പോഴും ഓർമ്മ വരുന്നു. പിന്നീട് പരീക്ഷ എല്ലാം കഴിഞ്ഞ് സ്കൂൾ അടച്ചു. ആ വെക്കേഷനിടയിൽ ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തു, അതും നമ്മുടെ കേരളത്തിൽ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മോദിജി വന്ന് രാജ്യം മുഴുവൻ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു. पूरे देश में आज रात 12 बजे से സംസ്ഥാനം ഇന്ന് രാത്രി മുതൽ ഈ മാസം 31 വരെ സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പുതുവർഷം 2020 സ്വാഗതം. വിട്ടുകളയണം. ലാലേട്ടൻ തകർത്തുണ്ട്. ഇത് ആറാടുകയാണ്. ചൈനീസ് സോഷ്യൽ മീഡിയ ആപ്പായ ടിക്ടോക്ക് രാജ്യത്ത് നിരോധിച്ചു. കോഫി സമയം ഇങ്ങനെ വേഗം പോകുന്നതിന് 2 കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് ടൈം പെർസെപ്ഷൻ തിയറിയാണ്. ഒരു ഉദാഹരണത്തിനായി 2 ആൾക്കാരെ എടുക്കാം. ഒന്ന് 9 വയസ്സുള്ള ഒരു കുട്ടിയും മറ്റേത് 29 വയസ്സുള്ള ഒരാളും. 9 വയസ്സുള്ള കുട്ടി തന്റെ 10ാമത്തെ വർഷം ജീവിക്കുമ്പോൾ ആ ജീവിതത്തിലെ 10% ആ ഒരു വർഷം. ഇനി 29 വയസ്സുള്ള ഒരാൾ തന്റെ 30ാമത്തെ വയസ്സ് ജീവിക്കുമ്പോൾ ആ ജീവിതത്തിലെ 3% മാത്രമായിരിക്കും ആ ഒരു വർഷം. അതുകൊണ്ട് തന്നെ 9 വയസ്സുള്ള ആ കുട്ടിക്ക് ആ ഒരു വർഷം പതിയെ പോകുന്നതായി തോന്നും. കാരണം തന്റെ ജീവിതത്തിന്റെ 10% ആ ഒരു വർഷം. 29 വയസ്സുള്ള ഒരാൾക്ക് ആ വർഷം പെട്ടെന്ന് പോകുന്നതായി തോന്നും. കാരണം ജീവിതത്തിന്റെ 3% മാത്രമാണത്. അതാണ് പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് സമയം വേഗത്തിൽ പോകുന്നതായി തോന്നുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോക്ക്ഡൌൺ വന്നില്ലായിരുന്നെങ്കിൽ പോലും നമുക്ക് സമയം വേഗത്തിൽ പോകുന്നതായി തോന്നിയേനെ. പക്ഷെ ആ വേഗത ഇപ്പോൾ ഉള്ളതിന്റെ അത്രയും വേഗത്തിലായിരിക്കില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞ 2ാമത്തെ കാരണം വരുന്നത്. നിങ്ങൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാണ് ആ ടീച്ചർ പഠിപ്പിക്കുന്നതെങ്കിൽ സമയം വളരെ പതുക്കെയാണ് പോകുന്നതെന്ന് തോന്നാറുണ്ടോ? ഇനി അതേപോലെ വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കോ ആണെങ്കിൽ സമയം വളരെ വേഗത്തിലും പോകും. ഇതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റ് ആണ്. അതായത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം വളരെ പതുക്കെയാണ് പോകുന്നതെന്ന് തോന്നും. പക്ഷെ ഒരുപാട് നാൾ കഴിഞ്ഞ് ഈ ചെയ്ത കാര്യങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സമയം നമുക്ക് വളരെ പെട്ടെന്നാണ് പോയതെന്ന് തോന്നും. ബോറിങ്ങും റിപ്പീറ്റഡുമായുള്ള കാര്യങ്ങളാണെങ്കിൽ ആ മൊമെന്റിൽ അത് വളരെ പതുക്കെ പോകുന്ന പോലെ തോന്നും. ആ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടും പുതിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാത്തത് കൊണ്ടും നമ്മുടെ ബ്രെയിൻ ആ മെമ്മറികൾ മാർക്ക് ചെയ്തു വെക്കുന്നില്ല. അതുകൊണ്ട് ഒരുപാട് നാൾ കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഈ മെമ്മറീസ് എല്ലാം ക്ലബ് ചെയ്ത് കാണിക്കുകയും അന്ന് അതെല്ലാം പെട്ടെന്ന് കഴിഞ്ഞതായി തോന്നുകയും ചെയ്യും. കോവിഡ് ലോക്ക്ഡൌണിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ കാര്യങ്ങളായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. മിക്കവരുടെയും സോഷ്യൽ മീഡിയ യൂസേജ് കൂടി എല്ലാ ദിവസവും ഓൺലൈൻ ക്ലാസുകൾ അഥവാ എന്തെങ്കിലും ഹോബികൾ ഉണ്ടെങ്കിൽ അതും വീടിനുള്ളിൽ മാത്രമായി ഒതുങ്ങി. പുതിയ എക്സ്പീരിയൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ മെമ്മറികളെല്ലാം ബ്രെയിൻ ക്ലബ് ചെയ്തുകൊണ്ട് ഒറ്റ മെമ്മറി ആയിട്ടാണ് കണക്കാക്കുന്നത്. ലോക്ക്ഡൌൺ സമയത്തേക്ക് മാത്രമല്ല, ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടും എപ്പോഴൊക്കെ നമ്മൾ അന്ന് ചെയ്ത പോലത്തെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ആ ഓർമ്മകളെല്ലാം പോകുന്നത് അന്ന് ക്ലബ് ചെയ്ത് വെച്ച ആ ഒറ്റ മെമ്മറിയിലേക്കാണ്.
അന്നും ഇന്നും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര വേഗമാണ് റീൽസ് ഒക്കെ കാണുമ്പോൾ സമയം പോകുന്നതെന്ന്. ഞാൻ നിങ്ങൾക്കൊരു 10 സെക്കൻഡ് തരാം. ഇന്നലെ നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു 3 റീൽസും 3 പേരുടെ സ്റ്റോറിയും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവർക്കും ഇത് ഓർത്തെടുക്കാൻ സാധിച്ചു കാണില്ല. അഥവാ ഓർത്തവരുണ്ടെങ്കിൽ അത് ഇന്നലെ നടന്ന ഏതെങ്കിലും ഒരു ഇവന്റ് നിങ്ങൾക്ക് ഓർമ്മ വന്നതുകൊണ്ടാകാം. ആ ഇവന്റിനെ ചുറ്റിപ്പറ്റിയുള്ള 3 റീൽസും സ്റ്റോറിയുമാകാം നിങ്ങൾ കണ്ടത്. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഓർത്തു നിൽക്കുന്ന വിധം എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെമ്മറി മാർക്കർ എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ മനസ്സിലെ ഓർമ്മകളെ കൂട്ടുന്നത്. എത്രത്തോളം മെമ്മറി മാർക്കേഴ്സ് ഉണ്ടോ അത്രത്തോളം ഓർമ്മകൾ കാണും. എത്രത്തോളം ഓർമ്മകളുണ്ടോ അത്രത്തോളം സമയം പതുക്കെയാണ് പോയതെന്ന് തോന്നും. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം തന്നെ അതാണ്. പറ്റുന്നത്രയും നല്ല മെമ്മറീസ് കളക്ട് ചെയ്യണം. എത്രത്തോളം മെമ്മറീസ് ഉണ്ടോ അത്രത്തോളം നമ്മൾ ജീവിച്ചു എന്ന് തോന്നും. എല്ലാ ദിവസവും നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്നും മെമ്മറികളായി കളക്ട് ചെയ്യില്ല. എല്ലാ ദിവസവും ഒരേപോലത്തെ കാര്യങ്ങൾ ചെയ്യാതെ റൊട്ടീൻ മാറ്റുക. പുതിയ ഹോബികൾ കണ്ടുപിടിക്കുക. പറ്റുന്ന സമയത്തൊക്കെ നടക്കുക. പുതിയ വഴികൾ കണ്ടുപിടിക്കുക. ഇതുവരെ പോകാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുക. നിങ്ങൾക്കൊട്ടും ഇഷ്ടമല്ലാത്ത ജേണറിലുള്ള സിനിമകൾ കാണുക, സീരീസുകൾ കാണുക. ഇതുവരെ കാണാൻ തോന്നാത്ത സ്പോർട്സ് ഒക്കെ ഫോളോ ചെയ്യുക. ടെസ്റ്റ് ക്രിക്കറ്റും ഫോർമുല 1ഉം ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് സമയം വളരെ പതുക്കെയാണ് പോകുന്നതെന്ന് പറയാറുണ്ട്. TV കണ്ടുകൊണ്ടോ ഫോൺ ഉപയോഗിക്കാതെയോ ഫുഡ് കഴിക്കാൻ നോക്കുക. ഇതൊക്കെ പറഞ്ഞാലും ആരും ചെയ്യില്ലെന്നറിയാം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് സമയം വളരെ പതുക്കെ പോകുന്നത്. ഇനി നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ആ ക്ലാസ് പെട്ടെന്ന് തീരണമെന്ന് തോന്നുകയാണെങ്കിൽ ആ സബ്ജക്റ്റിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കുക. അഥവാ അതിന് പറ്റിയില്ലെങ്കിൽ ടീച്ചർ കാണാതെ എൻഗേജിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ സമയം വേഗം പോവുകയും ഒരുപാട് നാൾ കഴിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ അതിന്റെ എല്ലാം നല്ല മെമ്മറീസും കാണും. ഈ വീഡിയോ ഒരിക്കലും ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യന്റെ കംപ്ലീറ്റ് ഉത്തരമല്ല. വീഡിയോ അത്ര പെർഫെക്റ്റ് അല്ലെന്നും എനിക്കറിയാം. പക്ഷെ മലയാളി ഓഡിയൻസിന് വേണ്ടി പറ്റുന്നത്രയും സിംപ്ലിഫൈ ചെയ്ത് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന 2 വീഡിയോകൾ കണ്ടു നോക്കിയാൽ മതി. അതിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. Why do you think everything after 2020 feels unreal? It is. That was the inflection point. Some of you were copied, some were overwritten. Some are just echoes now, looping through fake years with real pain. And every time someone gets close to the truth, they disappear. Not physically, historically. No birth records, no photos. No one remembers them. You won't see this video tomorrow, not because it was deleted, but because your version of reality will be edited to remove it, like it was never uploaded, like you never existed. There's no call to action, no link, no account, just this moment, right now. Save what you can. Remember what you felt while watching this, because in a few days, you might not even remember why you're afraid, but you will be.